Hi, welcome back to the second section of axis and pattern formation in amphibia. And the second section like Karaka. Like I said already, ഈ development of an organism സഹായിക്കാൻ ഒരു series of induction process ഉണ്ട്. ഇനി നമ്മൾ ഓർക്കേണ്ട കാര്യം ഓർഗനൈസർ ഓർ ഇൻഡക്ടർ എന്ന് പറയുന്ന സംഭവമുണ്ട്. എന്താണ് ഓർഗനൈസർ ഓർ ഇൻഡക്ടർ? അതിൻ്റെ എക്സാക്ട് ഡെഫിനിഷൻ വായിക്കാം. ദ സ്ട്രക്ചർ വിച്ച് ഇൻഡ്യൂസസ് ദ ഫോർമേഷൻ ഓഫ് അണ്ടർ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ വേറൊരു സ്ട്രക്ചറിൻ്റെ ഫോർമേഷനിലേക്ക് വഴിതെളിക്കുന്നു. അതാണ് ഓർഗനൈസർ ഓർ ഇൻഡക്ടർ. ഇനി നമ്മുടെ ആംഫിബിയസിനെ സംബന്ധിച്ച് മൂന്ന് അങ്ങനത്തെ ഓർഗനൈസർ ഓർ ഇൻഡക്ടർ ഉണ്ട്. പ്രൈമറി ഓർഗനൈസർ ഓർ പ്രൈമറി ഇൻഡക്ടർ, സെക്കൻഡറി ഓർഗനൈസർ ഓർ സെക്കൻഡറി ഇൻഡക്ടർ, ടേഴ്സറി ഓർഗനൈസർ ഓർ ടേഴ്സറി ഇൻഡക്ടർ. ഇതിൽ പ്രൈമറി ഓർഗനൈസർ ഓർ ഇൻഡക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ ആണ്. അത് എവിടെ നിന്നാണ് വരുന്നത്? ഗ്രേ ക്രസൻറ്റ് ഏരിയയിൽ നിന്നും. സെക്കൻഡറി ഇൻഡക്ടർ എപ്പോഴും എന്തിൽ നിന്നാണ് വരുന്നത് നമുക്കറിയാം. ഓർഗനൈസർ വിച്ച് ഇൻഡ്യൂസസ് ദ ഫോർമേഷൻ ഓഫ് വേരിയസ് ഓർഗൻസിലേക്ക് വഴിതിരിക്കുന്ന ഇൻഡക്ടറാണ് സെക്കൻഡറി ഇൻഡക്ടർ. ടേഴ്സറി ഇൻഡക്ടർ വരുന്നത് എപ്പോഴും ഇതിനകത്ത് നിന്നായിരിക്കും? സെക്കൻഡറി ഇൻഡക്ടറിൽ നിന്നുമാണ്. ഈ മൂന്ന് കാര്യം ആലോചിക്കുക. പിന്നെ ഓർഗനൈസർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സ്ട്രക്ചറിൽ നിന്നും വേറൊരു സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി എന്തോന്നാണ്? ഇറ്റ് ഹാസ് ദ എബിലിറ്റി ഓഫ് സെൽഫ് ഡിഫറൻസിയേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. സ്വന്തമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും കഴിവുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ സ്ട്രക്ചറാണെന്ന് തോന്നുന്നു ഓർഗനൈസർ. ഇനി ഓർഗനൈസറിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ഞാൻ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറയാം. അല്ലെങ്കിൽ എൻ്റെ റോൾസ് ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഇൻഡ്യൂസ് നിയർ ബൈ സെൽസ് ടു ഫോം സർട്ടൺ പാർട്സ് ഓർ ഓർഗൻസ്. അടുത്തടുത്തിരിക്കുന്ന സെൽസിനെയോ ടിഷ്യൂസിനെ ഇൻഡ്യൂസ് ചെയ്ത് നീ ഇന്ന ഓർഗൻ ആകുക, ഇന്ന ടിഷ്യൂ ഇന്ന ഓർഗൻ ആകുക എന്ന് പറയാനുള്ളൊരു കഴിവ് എന്തിനുണ്ട്? ഓർഗനൈസറിന് സർട്ടനായിട്ടുണ്ട്. പിന്നെ സെക്കൻഡായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അടുത്തടുത്തിരിക്കുന്ന സെൽസിനെ ഇൻഡ്യൂസ് ചെയ്ത് ഒരു സെക്കൻഡറി ഇൻഡക്ടർ സെൻറ്റർ ആക്കാനുള്ള കഴിവുമുണ്ട്. മനസ്സിലായോ? സെക്കൻഡറി ഇൻഡക്ടർ സെൻറ്ററായിട്ട് സെൽസിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള കഴിവും ഇതിനുണ്ട്. തേർഡായിട്ട് പറയുന്നത് ആക്സിയേഷനും ആക്സിസ് ഡിറ്റർമിനേഷനും ഓർഗനൈസേഷൻ ഓഫ് ദി എംബ്രിയോയ്ക്കും ആര് സഹായമാകുന്നു? ഈ ഓർഗനൈസർ സഹായമാകുന്നു. ഫോർത്തായിട്ട് പറയുന്നത് വേറൊരു ഓർഗനൈസറിൻ്റെ, അതായത് ഒരു ഓർഗനൈസർ മറ്റൊരു ഓർഗനൈസറിൻ്റെ വർക്കിൽ എന്ത് ചെയ്യില്ല, ഇൻ്റർഫിയർ ചെയ്യില്ല. അപ്പോൾ ഇത് നാലുമാണ് അതിൻ്റെ ഫങ്ഷൻസ്. ഇനി ആ ഫങ്ഷൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതിന് മുന്നേ ആൻറ്റീരിയർ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ജീനുണ്ട്. അതിൻ്റെ പേരാണ് X-WNT8. എക്സും WNT8 ഇതൊരു ജീനാണ്. ആൻറ്റീരിയർ പൊളാരിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ജീനാണ് ആൻറ്റിബിനകത്തുള്ള X-WNT8. അത് ആലോചിക്കുക. പക്ഷേ ഈ X-WNT8നെ സപ്രസ് ചെയ്യുന്ന രണ്ട് വേറെ ജീൻസ് ഉണ്ട്. അതാണ് അതിൻ്റെ പേര് ഞാൻ പറയുന്നത്. സെറിബ്രസ് ഡിക്കോപ്പും FRZB ജീനും. CEREBRUS DICKKOPF സെറിബ്രസ് ഡിക്കോപ്പും FRZB ഇതെന്ത് ചെയ്യും? ഈ സിഗ്നൽസ് X-WNT8 ജീനിൽ ബൈൻഡ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? അതിൻ്റെ റിസപ്റ്റർ ബൈൻഡ് ചെയ്യാതെ അതിനെ എന്ത് ചെയ്യും? സപ്രസ് ചെയ്ത് കളയും. അപ്പോൾ ഈ സംഭവങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളാം. ഈ ജീൻസിൻ്റെ ഏരിയയാണ് അവർ എക്സാമിനേഷൻ കൊണ്ടുപോയി ചോദിക്കുന്നത്. പിന്നെ ആൻറ്റീരിയർ ഹെഡ് ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു ഗ്രോത്ത് ഫാക്ടറാണ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, IGF എന്ന് പറയും. അതെപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് ഡോർസൽ മിഡിലും ആൻറ്റീരിയർ ന്യൂറൽ ട്യൂബിലാണ്. പോസ്റ്റീരിയർ സൈഡ് അതുപോലെ ചെയ്യുന്ന ഒരു ഗ്രോത്ത് ഫാക്ടറുണ്ട്. അത് ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ ഹോമലോഗ് എന്ന് പറയും, EFGF എന്ന് പറയും. ആൻഡ് റെറ്റിനോയിക് ആസിഡ്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് ഷൂട്ടിൽ ഞാൻ പറഞ്ഞത് എന്തോന്നാണ്? ഓർഗനൈസറോ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ എന്ത് ചെയ്യും? ഒരു സ്ട്രക്ചർ വേറൊരു സ്ട്രക്ചറിൻ്റെ ഫോർമേഷന് വഴിതെളിയിക്കും. മൂന്ന് ഓർഗനൈസറോ ഇൻഡ്യൂസർ ഉണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി. പ്രൈമറി എന്ന് പറയുന്നത് എപ്പോഴും ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ എന്ന സ്ട്രക്ചറാണ് പ്രൈമറി ഓർഗനൈസർ. സെക്കൻഡറി ഇൻഡക്ടർ എപ്പോഴും എന്ത് ചെയ്യും? പുതിയ ഓർഗൻസിലേക്ക് വഴിതിരിക്കും. ടേഴ്സറി എന്ന് പറയുന്നത് എന്തോന്നാണ്? സെക്കൻഡറിയിൽ നിന്ന് വരുന്നതാണ്. ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോറാണ് പ്രൈമറി ഓർഗനൈസർ. മാറിപ്പോകുക. ആരാണ് എവിടെ നിന്നാണ് വരുന്നത്? ഗ്രേ ക്രസൻറ്റ് എന്ന റീജിയനിൽ നിന്നും. പിന്നെ ഫങ്ഷൻസ് ഞാൻ പറഞ്ഞു. എന്താണ് റോള് ഓർഗനൈസറിൻ്റെ? അതിന് സെൽഫ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ എക്സ്പ്രസിങ് റെഗുലേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഒരു ഓർഗനൈസർ മറ്റൊരു ഓർഗനൈസറിൻ്റെ വർക്കിൽ ഇൻഡക്ടർ ചെയ്യുന്നില്ല. അടുത്തുള്ള സെൽസിനെ എല്ലാം ട്രാൻസ്ഫോം ചെയ്ത് സെക്കൻഡറി ഇൻഡക്ടർ സെൻറ്ററാക്കി മാറ്റാൻ പറ്റുന്നു. പിന്നെ നിയർ ബൈ സെൽസിലെ ഡിഫറെൻറ്റ് ഓർഗൻസോ പാർട്ട് ഓഫ് ഓർഗനാക്കി മാറ്റുന്നു. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ദി എംബ്രിയോ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ആക്സിയേഷനും സഹായിക്കുന്നു. ആൻറ്റീരിയർ പോസ്റ്റീരിയർ പാറ്റേണിംഗ് ഓഫ് എംബ്രിയോ എപ്പോഴും ഒന്നുകിൽ ഗ്യാസ്ട്രേഷൻ്റെ സമയം അല്ലെങ്കിൽ അതിന് മുമ്പാണ് നടക്കുന്നത്. ആൻറ്റീരിയർ ഇൻഡ്യൂസിങ് എബിലിറ്റി ജീൻസാണ് X-WNT8 ജീൻ. ഓർക്കുക, അതെവിടെ കാണും? വെൻട്രൽ ലാറ്ററൽ മീസോഡോമിലും കാണും. പിന്നെ ഈ സിഗ്നലിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിവുള്ള രണ്ട് ജീൻസ് ഉണ്ട്: സെറിബ്രസ് ഡിക്കോപ്പും FRZB ജീനും. ആൻറ്റീരിയർ ഹെഡ് ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ഫാക്ടർ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, IGF. അത് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് ഡോർസൽ മിഡിലും ന്യൂറൽ ട്യൂബിലും. പോസ്റ്റീരിയർ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നത് ഇതുപോലൊരു ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ ഹോമലോഗ്, EFGF എന്ന് പറയും. EFGF ആൻഡ് റെറ്റിനോയിക് ആസിഡ്. മനസ്സിലായോ? ഇത്രയും സംഭവം ജീൻസിൻ്റെ കാര്യങ്ങളും ആ ഓർഗനൈസറും ആ ടേംസും കാര്യങ്ങളും നന്നായിട്ട് ഓർത്ത് വെച്ചേക്കണം. കാരണം ഇത് പലതിലും പലതാണ്. Hope you guys understood it. If you have got any doubt, feel free to comment in the comment box. Meet you, stay healthy, stay safe. Meet you in the next session.